ദൈവത്തെ മുൻനിർത്തി വേണം എല്ലാം തുടങ്ങുവാൻ. എല്ലാത്തിൻ്റെയും പ്രയോറിറ്റി ദൈവമാണെങ്കിൽ, എല്ലാത്തിൻ്റെ ആദ്യ ദൈവമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അന്ത്യത്തിലും ആര് കാണും? ദൈവം കാണും. ദൈവത്തെക്കുറിച്ചുള്ളൊരു വാക്കുണ്ട്, അൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും. ഭയങ്കര അർത്ഥമാണ്. ആദ്യ ദൈവമാണെങ്കിൽ ആദ്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബെസ്റ്റ്. ഗിവ് യുവർ ബെസ്റ്റ് ടു ദ ലോർഡ്. ഗിവ് യുവർ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും ബെസ്റ്റ് ടൈം ഓഫ് ദ ഡേ ഏതാണ്? ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? ഏർലി മോർണിംഗ് ആണ്. ആദ്യം ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. അതുകൊണ്ടാണ് ഈ പ്രഭാത പ്രാർത്ഥന. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? സന്ധ്യ ഒരു തുടക്കമാണ്, രാത്രിയുടെ ആദ്യമാണ്. അർദ്ധരാത്രി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദിവസത്തിന്റെ ആദ്യമാണ്. അർദ്ധരാത്രി പ്രാർത്ഥന. അതുകൊണ്ടാണ് സംഗീതം 118 പറയുന്നുണ്ട്, 119 പറയുന്നു, അവിടുത്തെ നീതിയുള്ള വിധികൾ ഹേതുവായി അവിടുത്തെ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത് ആദിയാണ്. ദിവസത്തിന്റെ എന്താണ്? ആദിയാണ്. 4 യാമങ്ങളായിട്ടാണ് രാത്രിയെ കാണുക. ഏതൊക്കെയാ? 1-ാം യാമം, 2-ാം യാമം, അർദ്ധരാത്രി യാമം, പ്രഭാത യാമം. 1-ാം യാമം 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ. യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പഴയ അമ്മമാരെല്ലാം അങ്ങ് തന്നെ. അത് സമുദായസ്ഥരായ അമ്മമാർ പോലും എപ്പോൾ എഴുന്നേക്കും? രാത്രി. എന്നിട്ട് യാമപ്രാർത്ഥനകളെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. യാമപ്രാർത്ഥനയ്ക്ക് പുസ്തകത്തിൽ, പ്രാർത്ഥനാക്രമത്തിൽ സമുദായ സഭകളിൽ പോലും എനിക്ക് തോന്നുന്നു യാമപ്രാർത്ഥനകളുണ്ട്. ഉണ്ടോ? ഉണ്ട്. യാമങ്ങളിൽ എഴുതുന്നത് എൻ്റെ വലിയ പ്രാർത്ഥിക്കുന്ന യാമപ്രാർത്ഥന. യാമങ്ങൾ പ്രത്യേകിച്ച് ഈ നോയിപ്പൊക്കെ നടക്കുന്ന സമയങ്ങളൊക്കെ യാമപ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. എന്തിനാ യാമങ്ങളിൽ പ്രാർത്ഥിക്കുക? അടുത്ത യാമം തുടങ്ങുന്നതിൻ്റെ ആദിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആദി ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. എല്ലാത്തിൻ്റെയും ആദി ആർക്കുള്ളതാ? ചുരുക്കത്തിൽ ഏറ്റവും ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ഏറ്റവും ബെസ്റ്റ് ആർക്കുള്ളതാ? ഗിവ് യു ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. ഏറ്റവും നല്ലത് ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഏതാ? വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൈം ഓഫ് യുവർ ലൈഫ്? യൗവനമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗി 12 പറയുന്നു, യൗവനക്കാരാ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയാം. അപ്പം യൗവനം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. യൗവനം ദൈവത്തിന് കൊടുത്താൽ ഒരു ഗുണമുണ്ട് കേട്ടോ. ഈ യൗവനം ദൈവത്തിന് കൊടുത്താൽ, വേദപുസ്തകത്തിലെ ഏറ്റവും നല്ല വാക്കാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യാണ്, നരയ്ക്കുവോളം ഞാൻ എന്ത് ചെയ്യും? ചുമക്കും. നര എന്ന് പറയുന്നത് ഇന്ന് വേറൊരു അകാല നരയുണ്ട്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും കച്ചവടം കാത്തുകൊണ്ടും ഒക്കെ നര നേരത്തെ വരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അകാല നരയാണ് അല്ലേ? അകാല നരയാണ്. പിള്ളേർക്കൊക്കെ സങ്കടമാണ് അകാല നര. ഒത്തിരി പിള്ളേരും ഡൈയാണ്. എന്നാലും വേദസംഗീതത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ നീ ഉപേക്ഷിക്കരുത്. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത്. അപ്പോൾ വാർദ്ധക്യത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ്, വാർദ്ധക്യത്തിന്റെ ഒരു കൂടപ്പുറപ്പാണ് നര എന്ന് പറയുക. അപ്പോൾ നരയ്ക്കുവോളം ഞാൻ എന്ത് ചെയ്യും? ചുമക്കും. അതിനൊരു കാര്യമുണ്ട്. ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒത്തിരിപ്പേരുണ്ട്, ബാല്. അങ്ങനെയുള്ള ബാബിലോണിയൻ ഒരു സംസ്കാരത്തിലുള്ള പലതിനെ അവർ ചുമന്നുകൊണ്ട് പോവുക. അപ്പോൾ ഇവർ ചുമക്കുന്നവർ കുറച്ച് കഴിയുമ്പം പെടല് കഴിക്കും. അതിൻ്റെ ഈ ബാബിലോണിയൻ പ്രൊസഷനൊക്കെ പോകുന്ന കണ്ടുകൊണ്ടൊക്കെയാണ് പ്രവാചകൻ എന്ന് പറയുക. ചുമക്കുന്നവരുടെ പെടൽ എന്ത് ചെയ്യും? കഴിക്കും. അപ്പം മേളിയിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? മേളിരിക്കുന്ന ആൾ വണങ്ങും. ബാൽ വണങ്ങും, നെബോ കുനിയും. മേളിരിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? വണങ്ങും. അത് കണ്ടുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ചുമക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചുമക്കും. എപ്പം ചുമക്കും? നരയ്ക്കുമ്പം ചുമക്കും. നരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ചുമക്കും. നരയ്ക്കുമ്പം കർത്താവ് ചുമക്കണമെങ്കിൽ ആരോഗ്യമുള്ളപ്പം ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ബെസ്റ്റിൽ നമ്മൾ ദൈവത്തെ ചുമക്കണം. ബെസ്റ്റിൽ ദൈവത്തെ ചുമന്നാൽ നരയ്ക്കുമ്പോൾ ആര് ചുമക്കും? ദൈവം ചുമക്കും. എല്ലാവരും പുസ്തകം ഒന്നെടുത്ത് സ്തോത്രം ചെയ്തേ. ഇത് ചുമക്കണം. എപ്പം ചുമക്കണം? ബെസ്റ്റ് ചുമക്കണം. ബെസ്റ്റിൽ ചുമന്നാൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ ആര് ചുമക്കും? നമ്മെ ചുമക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഉള്ളത് ആശാരിയാണ്. അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയപ്പം നടന്നൊരു കാര്യമുണ്ട്. പുസ്തകം എടുത്ത് തലയെ വെച്ചുകൊണ്ട് ഇറങ്ങി. കേട്ടുണ്ടോ? പുസ്തകം കണ്ടിട്ടുണ്ടോ? വീഡിയോ പുസ്തകം നോക്കുന്നേ. പുള്ളി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പം വാട്ട് ഈസ് ഇറ്റ് ചോദിച്ചാൽ പറഞ്ഞു, ഈ ബൈബിളാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പം വേദപുസ്തകം ചുമന്നാൽ ചുമക്കുന്നവനെ ആര് ചുമക്കും? ദൈവം ചുമക്കും. എപ്പം ചുമക്കും? നരയ്ക്കുമ്പം ചുമക്കും. ആർക്കും വേണ്ടാന്ന് വരുന്നൊരു കാലമാണ് എന്ത്? നര. എല്ലാവർക്കും ഭാരമാകുന്നൊരു കാലം.
സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പ്രായമുള്ളവരൊക്കെ പ്രാർത്ഥിക്കും, ആർക്കും എന്നെ എന്താക്കരുതേ, ഭാരമാക്കരുത്. നമ്മൾ ഈ സ്നേഹത്തോടൊക്കെ പറയും, തളർന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനാണേലും കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പോലും കിട്ടി കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും എന്താകും, ഭാരമാകും. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, നീ എനിക്ക് ഒരിക്കലും ഭാരമാകത്തില്ല. എങ്ങനെ? നീ എന്നെ ചുമന്നാൽ ഒരിക്കലും നീ എനിക്കൊരു എന്താകത്തില്ല, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുവാൻ പറഞ്ഞ കർത്താവ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഒന്നുകൂടെ വചനം എന്ന് പറഞ്ഞേ, ആദിയില് വചനമാണ്. ആദിയില് വചനം പറഞ്ഞേ, ആദിയില് വചനം. അതുകൊണ്ട് ഈ ബെസ്റ്റ് ലോർഡ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാതെ ബെസ്റ്റ് വേറൊന്നിനൊക്കെ കൊടുത്താൽ, ബെസ്റ്റ് ലോകത്തിന് കൊടുത്താൽ പെട്ടെന്നൊരു കുഴപ്പമുണ്ട്. അവസാനം ലോകത്തിന് നമ്മളെ വേണ്ടാതെ വരും. അതിങ്ങനെ നമ്മളെ ചവച്ച് തുപ്പുന്നു. അതുകൊണ്ടാണ് ഈ പാപത്തിന് പുറകെ പോകുന്നവരുടെ അവസാനം വല്ലാതെ കഷ്ടപ്പെടുക. നാളെ അത് നമ്മളെ ചവച്ച് തുപ്പും. എന്നാൽ ബെസ്റ്റ് ദൈവത്തിന് കൊടുത്തവരെ എല്ലാം അവസാനം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയുള്ള ശക്തി നീയേ ദേവാ, അന്തിയുള്ള മകൾ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയും. എല്ലാം ഉയർത്തി ഒന്ന് പാടിക്കേ. അന്ത്യവാരെയുമെന്നെ കാവൽ നന്ദികയുള്ള മകൻ ശക്തി നീയേ ദേവാ, അന്തികയുള്ള മകൾ. എന്നോടുള്ള നിൻ സർവ നന്മകൾ ഹല്ലേലൂയ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നീ, ഒരിക്കലൂടെ പാടിക്കേ. അന്ത്യവരെയുമെന്നെ കാവൽ അന്തികയുള്ള മകൾ ദേവാ, അന്തികെ. അപ്പോൾ ആദ്യ ദൈവത്തിന് കൊടുത്താല് അന്ത്യത്തിൽ ആര് കാക്കും? ദൈവം കാക്കും. ഗിവ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും നല്ല സമയം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് സമയം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം ദൈവത്തിന് കൊടുക്കുക. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചത് യോഹന്നാൻ പറയുന്നു? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് വേർഡ് വാസ് വിത്ത് ലോർഡ്. ദൈവം ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം വചന മുഖാന്തരം എന്ത് ചെയ്തു? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചവൻ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ആദ്യം ദൈവം സൃഷ്ടിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചെന്ന് കാണുന്നുണ്ട്. നമ്മൾ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. ബിഗ് ബാങ്, വലിയൊരു സ്ഫോടനം ഉണ്ടായി, ഭൂമി ഉണ്ടായി. ഈ സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ ചുമ്മാ ഉണ്ടാവൂ? റീസൺ, അതിനൊരു കാരണം വേണം. ആ കാരണം ഇനി ബിഗ് ബാങ് ആണ് ശരിയെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ആര് മുഖാന്തരമാണ്? ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദം, ആ ശബ്ദമാണ് സകലത്തെ എന്താക്കിയത്? ഉളവാക്കിയത്. ആ ശബ്ദം ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു, ആദി ശബ്ദം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നു, മരുഭൂമിയെ നടുക്കുന്ന ദൈവശബ്ദം, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന്റെ വചനം പറയാൻ തകർക്കുന്ന ചുറ്റികയാണ് ദൈവവചനം. വചനമില്ലാത്തതുള്ളതുപോലെ വിളിച്ചു വരുത്തും. രണ്ടാമത്തെ ഒരു കാര്യം, ആദിയിൽ ദൈവം ഉള്ളവന്റെ വായിൽ എപ്പോഴും എന്ത് കാണും? വചനം കാണും. പറഞ്ഞേ, ആദിയിൽ എന്തുണ്ടാകണം?
വചനം ഉണ്ടാകണം. വചനം 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 അതിലെന്തുണ്ടാകണം? വചനം ഉണ്ടാകണം. വചനം ഉണ്ടാകണമെങ്കിൽ അതിലെന്ത് വേണം? അകത്ത് എന്തോ വേണം? വചനം വേണം. വചനം വേണമെങ്കിൽ എന്തുണ്ടാകണം? വചനം വായിക്കണം. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിശ്വാസി സമൂഹത്തെ കുറിച്ചൊക്കെ ലജ്ജിക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അതൊക്കെ ഇതിൻ്റെ എല്ലാം ഭാഗങ്ങളാണ്. എന്നാൽ ചില സമയങ്ങളിൽ അഭിമാനം തോന്നാറുണ്ട്. അഭിമാനം തോന്നിയ ഒരു സമയം അക്രൈസ്തവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സഭയിലേക്ക് വന്നുകൊണ്ട് അതിനൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് നടത്തി. ആ ബിസിനസ് മൊത്തം നടത്തുന്നത് അക്രൈസ്തവരാണ്. അതിൻ്റെ ചുറ്റുമുള്ളവരല്ല, അവിടെ മുമ്പിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ആ സമൂഹം മുഴുവൻ ക്രൈസ്തവ ഒരു മേജർ ഡോമിനൻ്റ് ഒരു സമൂഹമാണ്. അതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ അവിടെ നടുവിൽ ഇങ്ങനെ ആ സമൂഹത്തിൽ ഇങ്ങനെ പള്ളിയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഒത്തിരി കഷ്ടങ്ങളുടെ കൂടെ ഒക്കെ പോയൊരു സൗകര്യം. ഞാൻ ഉച്ചയ്ക്ക് അവിടെ കട കയറി. ആ കടക്കാര്യമായ സാധനങ്ങളൊന്നുമില്ല, അതൊക്കെ ഒന്ന് ക്ഷീണിച്ചിരിക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒറ്റയ്ക്ക് ഞാൻ ആ കടയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇരുന്ന് വേദവസ്തം വായിക്കുക, അതിൻ്റെ കൗണ്ടറിനകത്തിരുന്ന് വേദവസ്തം വായിക്കുക. ഞാൻ ചെന്നതും നിന്നതും ഒന്നും ഈ മനുഷ്യൻ അറിയുന്നില്ല. അയാൾ വചനം വായിച്ചത്. ഞാൻ 10 മിനിറ്റോളം നിന്നേ പിന്നാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അദ്ദേഹം തിരിച്ചറിയും. ഒരു ധൈര്യമായിട്ട് കച്ചവടമൊന്നും ഇല്ല, അതെന്തെങ്കിലും ആട്ടെ. രാവിലെ വരും, കട ഉറക്കും, ബൈബിൾ എടുക്കും, വായിക്കും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, നമ്മളെ കിട്ടും, മതി. ബാക്കി മുഴുവൻ സമയം എന്തോ വായിക്കും? വേദവസ്തം വായിക്കും. അപ്പം വേദവസ്തം വായിക്കണം. വേദവസ്തം വായിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. യു ഹാവ് ടു റീഡ് ബൈബിൾ. അങ്ങ് വെറുതെ വായിക്കണം, അങ്ങ് വായിക്കണം. ഈ വായിക്കാൻ തുടങ്ങിയാലേ അതിന് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തും. ഈ കോട്ടയത്ത് കടന്ന സെലിബ്രേഷൻ ഓഫ് ഹോപ്പ് എന്ന മഹാ കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളൊക്കെ വീഡിയോയിലൊക്കെ വന്നു. പക്ഷേ എനിക്ക് ആ വീഡിയോയിലൊക്കെ ഇട്ടവരോടെല്ലാം വിത്ത് ഓൾ റെസ്പെക്റ്റ് ഒരു കാര്യമുണ്ട്, ഇടേണ്ട പല കാര്യങ്ങളും ഇട്ടില്ല. അന്ന് അവിടെ വന്ന മെയിൻ പാസ്റ്റർ പറഞ്ഞു, രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേക്കും, 20 മുതൽ 30 വരെ അധ്യായം വായിക്കും, ഒരു പ്രാവശ്യം 7 പ്രാവശ്യം ഒരു വർഷത്തിൽ ബൈബിൾ വായിച്ചു തീർക്കും. ഇതാരും കട്ട് ചെയ്തിട്ടില്ല. എനിക്കതങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. അതുകൂടെ ഉണ്ടാകണം. അതിനെ ഇടാഞ്ഞേ ഇട്ടവരോടെല്ലാം ചോദിക്കുക, അതുകൂടെ ഒന്ന് ഇടണേ. അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റീവ്. അത് കേട്ട ഒരു പാസ്റ്റർ അന്നേരം തിരിച്ചു പോയിട്ട് സഭയിൽ 4 മണിക്ക് യോഗം വെച്ചു. 4 മണിയാകുമ്പോൾ വരിക, കുറെ നേരം പ്രാർത്ഥിക്കുക, പിന്നീട് എന്ത് ചെയ്യുക? വേദവസ്തം വായിക്കുക. ഒരു ദിവസം 20 അധ്യായം വരെ വായിക്കും, 20 മുതൽ 30 അധ്യായം വരെ. ഒരു പ്രാവശ്യം എനിക്കങ്ങ് ഭയങ്കര ലജ്ജ തോന്നി. കാരണം ഞാൻ പാസ്സാണ്, അത്യാവശ്യം ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ മലയാളികളുടെ അറിയുന്നൊക്കെ. ഞാൻ വേദവസ്തമായിട്ട് ഒരു പകലിരുന്നപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, വൈകിട്ട് പ്രസംഗം ഉണ്ടോന്ന്. കാരണം അവനറിയാം പ്രസംഗം ഉണ്ടെങ്കിൽ പ്രസംഗം ഉള്ളപ്പോഴേ അപ്പ എന്ത് വായിക്കത്തുള്ളൂ എന്നറിയാവുന്ന ഒരു കാലത്തിലേക്ക്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്. എന്നാലും എനിക്ക് എന്നോട് ഭയങ്കര ലജ്ജ തോന്നി. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 20 മുതൽ 30 അധ്യായം വരെ എന്ത് വായിക്കും? വേദവസ്തം. അതാരും കേട്ടോ പറഞ്ഞത് 20 മുതൽ 30. അത് കേൾക്കേണ്ട ആരും കേൾക്കത്തില്ല. കേൾക്കേണ്ട ആരും കേൾക്കത്തില്ല. പക്ഷേ ആരും കേൾക്കത്തില്ല. അറിയുന്നത് അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ എന്ത് വായിക്കണം? ബൈബിൾ വായിക്കണം കേട്ടോ മക്കളെ. എന്തോ വായിക്കണം? ബൈബിൾ അങ്ങ് വായിക്കണം. ബൈബിൾ വായിച്ചാൽ ബൈബിൾ അകത്ത് വചനം വരും. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ മറ്റൊരു സംഭവം. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അതിനായിട്ട് ഈ നമുക്ക് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു കുറേ നാക്കും പറഞ്ഞു. ഞങ്ങളുടെ ഒരു മാസം നടക്കുക, എൻ്റെ അമ്മയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ പർച്ചേസിങ്ങിന് പോകാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നു. മാസികത്ത് പിറ്റേ ദിവസം ഒരു വലിയ ഫംഗ്ഷനാണ്. അപ്പം അതിൽ തിരക്കി നിൽക്കുമ്പോൾ ഒരമ്മ കയറിയാണ്. അപ്പം ഞാൻ ആ അമ്മയെ കണ്ടപ്പോൾ അമ്മ എന്താ വന്നെന്നൊക്കെ ചോദിച്ചു. നല്ലൊരു അമ്മ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മോൻ വിളിച്ചിട്ട് പോയി വണ്ടി ഒരാളെ ഇടിച്ചു, അവർ സീരിയസ് ആണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പം പ്രാർത്ഥിച്ച ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ധൃതിയിലാണ് പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഏത് സഭ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ സ്വർഗീയ സഭയിലാണ് പോകുന്നു പറഞ്ഞു. അപ്പോൾ സ്വർഗീയ സഭ മനസ്സിൽ വരുന്ന ഒരു വാക്കുണ്ട്, എന്താ? ഹെവൻലി ഫീസ്റ്റ്. അപ്പോൾ അമ്മ എടുത്ത് വായിച്ച് ഹെവൻലി ഫീസ്റ്റ് തുടങ്ങുന്ന ഒരു സമയമാണ്. ഹെവൻലി ഫീസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അല്ല, പിന്നെന്താണ്? അപ്പോഴാണ് പറയുക, അവർ സിംബോളിക്കലി പറഞ്ഞ അവരൊരു സഭയുടെ അംഗമല്ല, അവരൊരു അക്രൈസ്തവ അമ്മയാണ്, ടീച്ചറാണ്. പക്ഷേ അവരൊരു ഈ അന്ന് റേഡിയോ കേട്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട സ്ത്രീ, അതാണ് അവർ. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ അംഗമാണ്, സ്വർഗീയ സഭയുടെ അംഗം. അപ്പം സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം
ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇവിടെ വരാൻ വഴി അറിയാമായിരുന്നു. അപ്പോൾ ഈ ആൻറ്റി എന്നോട് പറയുകയാണ് വഴി അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു വചനം മനസ്സിൽ വന്നു, ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകും, അതിൻ്റെ വഴിയോ പാതയൊക്കെയും നേരെയാക്കി. കയറിയിരുന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ സീറ്റിൽ നാക്ക് നിങ്ങളുടെ വീട് അറിയായിരുന്നു. അവർ പറഞ്ഞ് പേടിക്കണ്ട, അവിടെ ഞാൻ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകും. അപ്പം ഞാൻ ചോദിച്ചു ആക്സിഡന്റ് ഉണ്ടായ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്, പക്ഷെ ഇന്നലെ കിട്ടിയ വചനം ലാസറിനെ ഉയർപ്പിച്ചതാണ്. മെനിഞ്ഞാന്ന് കിട്ടിയ വചനം നായിമ്പട്ടണത്തിലെ വിധവയുടെ മകനെ തൊട്ടതാണ്. ഇപ്പം എനിക്ക് കൺഫർമേഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ചോദിച്ചു ആൻറ്റി ഇങ്ങനെ വേദസമൊക്കെ വായിക്കുന്നതിന് വീട്ടിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് പ്രശ്നമുണ്ട്, പക്ഷെ മോനെ ലോകത്തെയും കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അടുത്തപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും വർത്തമാനം പറയാം. വർത്തമാനം പറഞ്ഞപ്പോൾ സൗകര്യം ഉണ്ട്. പറഞ്ഞു കർത്താവിന്റെ സുവിശേഷം പറയുന്നുണ്ട് ഈ തൊഴുത്തിൽപ്പെടാത്ത കുറേ ആടുകൾ എനിക്ക് ഉണ്ട്, അതാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ കുറച്ച് പൈസ തന്നു. ഞാൻ പറഞ്ഞു ആൻറ്റി പൈസ വേണ്ട. അപ്പോൾ ആൻറ്റി എന്നോട് പറയാണ് നിർബന്ധത്താലരുത്, സങ്കടത്തോടരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യുന്നു സ്നേഹിക്കും. ഞാൻ സംസാരിച്ചപ്പോൾ ഇന്ന് വരെ പള്ളി പോയിട്ടില്ല, ഇന്ന് വരെ ഒരു ചർച്ചിൽ പോകാനുള്ള അവസരം അവർക്കുണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ വായിൽ എന്താ വരുന്നത്? വചനമാണ് വരുന്നത്. ഈ വചനം വരാൻ കാര്യം അവരെന്ത് വായിക്കുന്നുകൊണ്ടാണ്? വചനം വായിക്കുന്നുണ്ട്. അപ്പം വചനം വായിച്ചാൽ എന്ത് വരും? വചനം വരും. വചനം വന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ജീവനുണ്ടാവും. ജീവൻ അത് ഭയങ്കര സത്യമാണ്. എവിടെല്ലാം വചനം പറയുന്നു അവിടെ എല്ലാം എന്തുണ്ടാകും? ജീവനുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ അകത്തെന്ത് വേണം? വചനം വേണം. വചനം അകത്ത് വേണമെങ്കിൽ വചനം കേൾക്കണം. വചനം കേൾക്കണം. ഈ അന്ത്യവിധികളെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷത്തിൽ പറയുന്ന 3-4 വിധികളുണ്ട്. അതിൽ ഒന്നാമത്തെ വിധി എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ആ കാലഘട്ടത്തിൽ നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ എന്ത് ചെയ്യും? നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. കേട്ടിട്ടുണ്ടോ? നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. നിനവേക്കാർക്ക് ഈ തലമുറയെ ന്യായം വിധിക്കാനുള്ള റൈറ്റ് എന്നാ? What is the right to judge this generation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. നിനവേക്കാർക്ക് ഈ തലമുറയെ ന്യായം വിധിക്കാനുള്ള റൈറ്റ് എന്താ? അവരൊറ്റ പ്രസംഗം കേട്ടുള്ളൂ, ആ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? മാനസം. അവർ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ആരെ ജഡ്ജ് ചെയ്യും? നിനവേക്കാരൻ ജഡ്ജ് ചെയ്താൽ ഒരിക്കലും ഗോവിന്ദനെയും രാധാമണിയമ്മയെ ഒന്നും ജഡ്ജ് ചെയ്യത്തില്ല. കാരണം അവരെന്ത് കേട്ടിട്ടില്ല, കേട്ടില്ല. നിനവേക്കാർ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെയൊക്കെ ജഡ്ജ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഒത്തിരി കേട്ടു, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അല്ലേ? കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്ത, എന്നാൽ എല്ലാ പ്രസംഗവും അറിയാമെന്ന ഈ പാഷന്മാരുടെ സ്ഥിരം ഡ്രൈവർമാരുണ്ട്. അവർ പറയാറുണ്ട് സകല പ്രസംഗവും ആർക്കറിയാം? അവർക്കറിയാം. അവർക്ക് അടുത്ത ഉദാഹരണം എന്താണെന്നറിയാം. അവർ സ്ഥിരം കേൾക്കുന്ന, പക്ഷെ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നാണോ വിഷയം? നിനവേക്കാര വചനം കേട്ടിട്ട് എന്ത് ചെയ്തു? മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുള്ളൂ. തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വന്ന്, ക്യൂൻ ഓഫ് സൗത്ത്, അതല്ല തെക്കേ രാജ്ഞി, ക്യൂൻ ഷേബ, തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വന്ന് ഈ തലമുറയെ നീ ന്യായം വിധിക്കും. തെക്കേ രാജ്ഞിക്ക് ന്യായം വിധിക്കാനുള്ള അധികാരം എന്താ? തെക്കേ രാജ്ഞി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ക്യൂൻ ഷേബ കഷ്ടപ്പെട്ട്, ക്യൂൻ ഷേബയുടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട്, മസ്കറ്റോ അല്ലേ സലാലയിലും കണ്ടാണ് തോന്നുന്നു, അവരുടെ കൊട്ടാരവും അതൊക്കെ കണ്ടു. സലാല അങ്ങനെ ഐതിഹ്യമില്ലേ, അവരുടെ എക്സ്കവേഷൻസ് കണ്ടെന്ന്. ഓക്കെ, ക്യൂൻ ഷേബ അവിടുന്ന് ആരെ അന്വേഷിച്ചു പോയി? ശലോമിനെ അന്വേഷിച്ചു പോയി. എന്ത് കിട്ടാനാ? ജ്ഞാനം കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു പോയി. എങ്ങനെ ആയിരിക്കും അന്നത്തെ കാലത്തെ യാത്ര? മരുഭൂമിന്റെ പുറത്താ, അന്ന് ഒട്ടകത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കാം. ഏതായാലും കഷ്ടപ്പെട്ട ഷേബ പോയി. എന്ത് കിട്ടാൻ? ജ്ഞാനം കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അവരെ ന്യായം വിധിക്കാൻ എന്ത് കഷ്ടപ്പാടായിരിക്കും? നിങ്ങളൊന്ന് നോക്കിയ സലാല ടു അവിടം വരെ, അവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ അവരിരുന്ന സ്ഥലത്തു നിന്ന് അവിടം വരെ ഒട്ടകത്തിന്റെ പുറത്ത് ഈ വെയിലത്ത് പോയി. ആര്? ഒരു പെണ്ണ്. അന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അന്നത്തെ ഇന്ന് പോലും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഒറ്റ. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ പറയും അതിന് പെണ്ണായി പോയി തന്നെയാണ് ഞാൻ പൊക്കോളാന്നൊക്കെ പറഞ്ഞ് സോളോ ട്രിപ്പിനൊക്കെ പോയി ചാടിപ്പോകുന്ന പെൺപിള്ളേരൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. അവർ പോകുന്ന വഴിക്കത്തെ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിൽ കാശൊക്കെ ഉണ്ടാക്കും. എന്നാൽ പോലും അന്ന് പെൺപിള്ളേർക്ക് പോകാനൊക്കൂ? അന്നൊരു സ്ത്രീ പോയി എന്തന്വേഷിച്ച? ജ്ഞാനം അന്വേഷിച്ച്, വിസ്ഡം, ജ്ഞാനം. ശലോമിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അവൾ എഴുന്നേറ്റ് വന്നിട്ട്, തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വന്നിട്ട് ഈ തലമുറയെ ന്യായം വിധിക്കൂ എന്ന് പറയുമ്പോൾ തെക്കേ രാജ്ഞി റൈറ്റ് എന്താ? ഭാഷ പറയുകയാണ്, ബഹ്റിന്റെ എല്ലാ ഭാഗത്തുനിന്നും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എന്നെ വരാത്തെ?
നിങ്ങളെല്ലാ ഭാഗത്തും വണ്ടി ഇടുന്നു. ഞാൻ ദിവസം 12 വണ്ടി ഇട്ട് പിടിക്കുന്ന ആളാ, എന്നാലും വരാൻ പാടാ. അപ്പം ഈ വണ്ടിയെല്ലാം ഇട്ടിട്ടും ആൾക്കാർ വരാത്ത എന്തുകൊണ്ടാ? എന്താ? ജ്ഞാനം വേണ്ടാത്ത, സത്യം ജ്ഞാനം വേണ്ടാത്തതുണ്ട്. പക്ഷേ ഞാൻ നടന്നു പോയിട്ടുണ്ട് യോഗ. ഇന്ന് കൺവെൻഷൻ നടത്താത്ത എന്തുകൊണ്ടാ? ചർച്ചകളൊക്കെ നാട്ടിൽ പോലും കൺവെൻഷൻ നടത്താൻ മടിയാണ്. കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒത്തിരി നാളുകൂടെ ഒരു വലിയ കൺവെൻഷൻ നടക്കും. സഭയിലെല്ലാം ഉപവാസ പ്രാർത്ഥന അല്ലാതെ കൺവെൻഷൻ കുറഞ്ഞു. എൻ്റെ ഒരു കാരണം എന്നാ? ആള് വരത്തില്ലെന്നുള്ളത്. ആള് വരത്തില്ല. സത്യമാണ്. എന്ത് വരത്തില്ല? ആള് വരത്തില്ല. ഞാൻ നടക്കുന്ന കൺവെൻഷനെല്ലാം പോയപ്പോഴെല്ലാം കൈ പൊക്കിച്ച് നോക്കി. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. 12 വയസ്സ് താഴെയുള്ള കൊച്ചു പിള്ളേർ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ വന്നിരിക്കും. കൊച്ചു പിള്ളേർ ഞാൻ ഒത്തിരി എടുത്ത് കൈ പൊക്കിച്ചു. ഒരു 13-20 ഇടയ്ക്ക് പ്രായമുള്ളവർ ഒരാള്, 2 പേര്. 20-30 ഇടയ്ക്ക് പ്രായമുള്ളവർ ഒരു 3 പേര്. 30-40 ഇടയ്ക്ക് 4 പേര്. എല്ലാം എത്ര കഴിഞ്ഞവരാ? 50 കഴിഞ്ഞവരാ. ഞാൻ ഇവരെ കൊണ്ട് എന്തോ പ്രസംഗിക്കാറ്. 50 കഴിഞ്ഞവരാണില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ പിള്ളേർക്ക് വേണ്ടതേ അതാണ്. ഈ തലമുറ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ആരെഴുന്നേറ്റ് വന്ന്? ശേബാരാജ്. എന്താ കാര്യം ചോദിച്ചാൽ ശേബാരാജ് എന്നെ അന്വേഷിച്ചു പോയി. ജ്ഞാനം അന്വേഷിച്ചു പോയി. നിങ്ങൾക്കറിയോ? ജ്ഞാനം അന്വേഷിച്ചു പോയി. ഞാൻ ഒത്തിരി വീടുകളിലൊക്കെ താമസിക്കാറുണ്ട്. വീടുകളിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ കുതിച്ച പുസ്തകങ്ങളുണ്ട്. അത് മേടിക്കാൻ കാശില്ലാതെ പോയ പുസ്തകം. ഇതൊക്കെ ഓരോരുത്തരും മേടിച്ച് ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പുസ്തകം പറയാം, ഒന്ന് തുറന്നു നോക്കൂ, എന്നെ ഒന്ന് തുറന്നു നോക്കൂ. ഭയങ്കര ഡേക്സ് പാപ്പുകളും അത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? അതൊന്ന് തുറന്നാൽ തുമ്മി നമ്മുടെ ഇടപാട് തെറ്റും. കാരണം അതിനകത്ത് അടച്ചെന്താ? പൊടിയാണ്. അപ്പം വേദപുസ്തകം വായിക്കാത്തവരെ എല്ലാം ന്യായം വിധിക്കാൻ ആര് വരും? ശേബാരാജ്ഞി വരും. ശേബാരാജ്ഞിയുടെ മുമ്പിൽ പോയി നിന്നാൽ ധൈര്യമായിട്ട് ഞാൻ എവിടെ നിൽക്കുമെന്നുള്ളവരൊന്ന് കൈപൊക്കാവും. ശേബാരാജ്ഞിയുടെ മുമ്പിൽ കേട്ടിട്ടേ പറയാവൂ. ശേബാരാജ്ഞിയുടെ മുമ്പിൽ ഞാൻ പോയി നിന്നാൽ ഞാൻ ധൈര്യമായിരിക്കും അവിടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കും എന്ന് ഉള്ളിൽ പ്രാഗൽഭ്യം മാത്രം ഒന്ന് കൈവക്കാവും. ഇപ്പൊ അതിന്റെ അർത്ഥം ഒന്നും കേട്ടില്ലെന്നുള്ള. സ്ഥലം നാം തോന്നുന്നു എക്സ്കവേഷൻ എന്ന് എൻ്റെ ഒരു ഓർമ്മ. എനിവേ അവിടുന്ന് എവിടുന്നാണേലും അവിടം വരെ എന്ത് ചെയ്തു? പോയി. എന്തന്വേഷിച്ച? ഞാൻ അന്വേഷിച്ച. ഇവിടെയാണ് നമ്മൾ വചനം വായിക്കേണ്ട കാര്യം. ക്യൂൻ ഷേബ. മൂന്നാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ആരെന്നറിയാമോ? 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് ഈ തലമുറ എന്ത് ചെയ്യും? കേട്ടുണ്ടോ? 12 അവർ കാണും. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്നെ 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് നിങ്ങൾ ഈ 12 ഗോത്രങ്ങളെ എന്ത് ചെയ്യും? ഇസ്രായേലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. പക്ഷെ ഞാനത് ധ്യാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ അതിന് വ്യാഖ്യാനിക്കാറുണ്ട്. എങ്ങാനും, കാരണം എല്ലാത്തിനും നമ്മൾ സംസാരിക്കാറില്ലേ, എങ്ങാനും 12 അപ്പോസ്തലന്മാര് ന്യായം വിധിക്കുന്നിടത്ത് എങ്ങാനും പോയി നിൽക്കേണ്ടി വന്ന മലയാളി ക്രിസ്ത്യാനി ഏത് അപ്പോസ്തലന്റെ മുമ്പിൽ പോയിരിക്കും? ഉറപ്പാണേ. എന്തുകൊണ്ടാണ് തോമസ് അപ്പോസ്തലന്റെ അടുത്ത് പോയി നിൽക്കുന്നത്? അതറിയോ? ഇല്ല, മോക്ക പറ, ഈ കുഞ്ഞുങ്ങൾ പറ. തോമസ് അപ്പോസ്തലന്റെ മുമ്പിൽ പോയി എന്തിന് നിൽക്കേണ്ടി വരും? യു ആർ എ മലയാളി ബേസിക്കലി. ബൈ ദ വേ, യു ആർ എ മലയാളി. മലയാളി ക്രിസ്ത്യാനി ഏത് അപ്പോസ്തലൻ പോയി മുമ്പിൽ നിൽക്കും? ആരാ? വൈ ഫാദർ ഓഫ് ഇന്ത്യയിൽ വന്ന അപ്പോസ്തലന്റെ പേരെന്താ? വിച്ച് അപ്പോസ്റ്റൽ കെയിം ടു ഇന്ത്യ? അതാണ് സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ ആണ്. ആര് വന്നു? തോമസ് അപ്പോസ്തലൻ വന്നു. അപ്പോസ്തലന്മാരിൽ തോമസ് ആണ് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ. വന്നു, എന്നിട്ട് എത്ര പള്ളി സ്ഥാപിച്ചു? അറിയാവുന്നവരൊക്കെ പറ. 7 അരപ്പള്ളി. അതാണ് ഒരു പള്ളി 7 പള്ളി. നിലക്കൽ നരണം വാല്യൂർ എന്ന് പറഞ്ഞ് എന്താണ് 7 പള്ളികൾ സ്ഥാപിച്ചു. കുറച്ച് ബ്രാഹ്മണ കുടുംബങ്ങൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. പകലമുറ്റം എന്നൊക്കെ എന്താണ്, കള്ളി, കാളാഞ്ചി, പകലമുറ്റം, ശങ്കരപുരി, ഇങ്ങനെ കുറെ കുടുംബങ്ങളെയൊക്കെ കൺവേർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ. അപ്പം ഈ മലയാളി ക്രിസ്ത്യാനി പോയി നിൽക്കേണ്ടി വന്ന ആരെടുക്ക വരും? തോമസിന്റെ അടുക്ക വരും. തോമസിന്റെ അടുക്ക പോയി നിന്നാൽ എനിക്ക് പേടിയാണ്. എന്നെ കാര്യം ചോദിച്ചാൽ ഞാനും ഫിലിപ്പും എല്ലാം റാന്നിക്കാരാണ്. ഞങ്ങളെ ആയിരിക്കും പിടിക്കുന്നത്. കാരണം ഈ റാന്നിയുടെ സോണിയോളെ റാന്നിയുടെ ഭാഗമായിരുന്നു നിലയ്ക്കൽ. ഇപ്പോൾ അത് കോന്നി അന്നോളും റാന്നി. നിലയ്ക്കൽ നിന്ന് കേട്ടുണ്ടോ? നിലയ്ക്കലൊന്ന് പോകണം. അതായത് എനിക്ക് പോകുന്ന വഴിക്കാണ്, വനത്തിനകത്താണ്.
അവിടെ പണ്ടൊരു പ്രശ്നം ഉണ്ടായി. 1983 1983 ഒരു കുരിശൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായി. അന്ന് ഓർമ്മയുണ്ടോ? ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ആ ഒടുവിൽ അത് സമവായത്തിലെത്തിയപ്പോൾ അതൊരു കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് ഇച്ചിരി മാറിയെടുത്തൊരു പള്ളി സ്ഥാപിച്ചു. അവിടെ വലിയൊരു കൽക്കുരിശ് സ്ഥാപിച്ചു. ആ കൽക്കുരിശൊക്കെ കൊണ്ടുവന്ന് നോക്കും, ഭയങ്കര ആഘോഷമായിട്ടാണ്. എനിക്കത് ഓർമ്മയുണ്ട്. ഞങ്ങൾ കുഞ്ഞാണ്. അങ്ങനെ നിലയ്ക്കൽ ഇന്നും പള്ളി സ്ഥാപിച്ചു. അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. ആ ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ ക്യാമ്പ് നടത്താറുണ്ട്. ഇന്നും അവിടെ പോയ മോളെ അവിടെ ഇറങ്ങി വരുമ്പോൾ ആനയെ കാണാം. നോട്ട് കുഴിയാന, ഒറിജിനൽ ആന. ശരിക്കും ലിറ്ററലി അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് ക്യാമ്പിന് ഇറങ്ങി വരിക, സാധനം മേടിക്കാൻ വേണ്ടി പോവുക. ക്യാമ്പ് കണക്ക് 100-300 പിള്ളേരകത്തുണ്ട്. അപ്പം ഞാനും പാസ്റ്റർ വിജയകുമാറുണ്ട്. ഇപ്പൊ വിജയകുമാർ പാസ്റ്റർ ഞാനും കൂടെ വരും. വിജയകുമാർ പാസ്റ്റർ എന്ന് പറയുന്ന ആളെന്ന് കൊഞ്ഞാ പാസ്റ്റർ എൻ്റെ കൂടെ ഉള്ള വണ്ടി ഓടിക്കാം. ഞാൻ വിജയകുമാർ പാസ്റ്ററോട് ചോദിച്ചു, മോനെ അച്ചാച്ചൻ വണ്ടി ഓടിക്കണോ? വേണ്ട, എനിക്ക് ധൈര്യം കൂടുതലല്ല, നമ്മൾ അഭിനയിക്കണമല്ലോ, ഞാൻ വേണേൽ വണ്ടി ഓടിക്കാം. കാരണം എന്നാ, ഇറങ്ങി ചെന്നിടത്ത് എന്തുകൊണ്ട് ആനയുണ്ട്. ആന ഇവിടെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യരുത്, വണ്ടി ഓഫ് ആക്കരുത്, റേസ് ചെയ്യരുത്, ഓൺ അടിക്കരുത്. നമ്മളിങ്ങനെ ആന വരുവാണെങ്കിൽ നേരെ വരുവാണെങ്കിൽ റിവേഴ്സ് കൊടുത്ത് ആന താരയുണ്ട്. ആന ഇറങ്ങി പോന്നിടത്ത് ശരി ഇറങ്ങി ചെന്നപ്പോൾ ആന ഓൺ അടിക്കരുത്, ഓഫ് ആക്കരുത്, വണ്ടി ഓഫായി പോയി. ഞാൻ നോക്കിയപ്പോ കാലൊക്കെ കെട്ടെന്നിടിക്കും. ലിറ്ററലി ഇന്നും അവിടെ എന്തുകൊണ്ട് ആനയുണ്ട്. ലിറ്ററലി ആനയുള്ള സ്ഥലത്ത് ആര് വന്നത്? സെന്റ് തോമസ് വന്നേ. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞ അച്ഛൻ്റെ പട്ടിയെ പുലി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പേടിച്ചിരിക്കാം. അപ്പം ഞങ്ങളിങ്ങനെ ക്യാമ്പ് കിടക്കുമ്പോൾ പിള്ളേരെ എല്ലാം കിടത്തുക. അതിനിടയ്ക്ക് ഈ ലൈറ്റ് പോയി. അപ്പോൾ ഒരുത്തൻ എന്തോ അറിയാം, ഇടയ്ക്ക് പുലി വരുന്നേന്ന് പേടിപ്പിക്കുക. അപ്പോൾ എല്ലാവരും പേടിക്കുകയാണ്. അവിടെ ഈ പുലിക്കഥയൊക്കെ പിന്നെ കഥ അങ്ങ് പരക്കുമല്ലോ. അപ്പൊ ഞാനൊരു പ്രാവശ്യം കൂടെ ഇതിങ്ങനെ തപ്പി നടക്കാം. നമ്മൾ വഴിയൊക്കെ കുറച്ചായിട്ട് നടക്കുക, പുലി വരുന്നതെന്ന് നോക്കി എന്തോ ചെയ്യുക. എന്നാലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ. ചിലപ്പോൾ ഈ പുലി വരുന്ന എവിടെ ശബ്ദം എന്ന് അറിഞ്ഞപ്പോൾ ഒരു ജനലിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഈ എൻ്റെ കൂടെ ജെയിംസാണ്, പുള്ളി ഭയങ്കര രസികനാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡിൽ നിന്നപ്പോൾ ഇവൻ ഇടയ്ക്ക് ജനല് തുറന്നിട്ട് തല പുറത്തിട്ടിട്ട് പുലിയെന്ന് പറയാൻ തുടങ്ങി. ഈ പുള്ളിയെ കയറി അങ്ങ് പിടിച്ചു. ആരെ? ഈ തലയെ. അവൻ എന്തോ ചെയ്തെന്ന് ഞാൻ പറയണോ? അവൻ ഒന്നുക്കും പോയി, രണ്ടുക്കും പോയി. കാരണം അവനോർത്ത് അക്ഷരാർത്ഥത്തിൽ ആര് വന്നു വിറച്ച് പുള്ളി ഒരു പിടുത്തോ. അപ്പോ അവിടെ സെന്റ് തോമസ് വന്നെന്ന് പറയുന്നിടത്താണ് നമ്മുടെ ആൾക്കാർ പോയി നിൽക്കേണ്ട വന്നാൽ ഇന്ന് തന്നെ യോഗത്തിന് വരാൻ മഴയുടെ ഒരു കാർമികം കണ്ടതുകൊണ്ട് എന്ത് ചെയ്തില്ല, യോഗത്തിന് വന്നില്ല. ഇന്ന് തന്നെ യോഗത്തിന് വരാൻ ഞങ്ങളിവിടെ വന്നായിരുന്നു. പാർക്കിംഗ് അടുത്ത് കിട്ടാഞ്ഞത് കൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞു നിശ്ചിത അവിടെ ഇടാൻ പറഞ്ഞു. എന്നോട് സെക്യൂരിറ്റി ഞാനും പോയി ഇന്ന് തന്നെ വരാഞ്ഞു. എന്നോ ചൂടാന്നറിയാമോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, വന്നില്ല. ഇങ്ങനെ പറയുന്നവരെല്ലാം എവിടെ പോയി നിൽക്കേണ്ടി വരും? നിൽക്കേണ്ടി വന്നാലും അന്ന് അവിടെ വന്നു. 2000 വർഷം മുമ്പ് അന്ന് വന്നെങ്കിൽ നിലയ്ക്കൽ വന്നെന്ന് പറയുമ്പോൾ 2000 വർഷം മുമ്പ് നിലയ്ക്കലപ്പം എന്തോ ആയിരിക്കും. ഇതിൽ പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെ വന്നു. ഇന്ന് നമുക്കൊരു യാത്ര കഴിഞ്ഞാൽ ക്ഷീണമാണ്. ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു പാഷ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം അത്രയും യാത്ര ചെയ്തപ്പോഴേ നമുക്ക് അന്ന് എങ്ങനെ വന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ത്യാഗം ചെയ്ത ഒത്തിരി പേരുണ്ട്. ഒരു ശകലം പോലും സാക്രിഫൈസ് ഇല്ലാത്ത എല്ലാവരെയും വിധിക്കാൻ ആര് വരുമെന്ന്? സെന്റ് തോമസ് വരുമെന്ന്. അപ്പൊ ഈ തെക്കേരാജ്ഞയുടെ മുമ്പിലും നിനവേക്കാരുടെ മുമ്പിലും അപ്പോസ്തലന്മാരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നാ. അവിടെ ഒരാളെ കൂടെ വരുമെന്നുണ്ട്. മത്തായി 25 തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഈ ചെറിയവർ എന്ത് ചെയ്യും? നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല, ഉടുപ്പിച്ചില്ല. അങ്ങനെ പല വിധികൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, നിനവേക്കാരുണ്ടായിരുന്നു, തെക്കേരാജ്ഞ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഓർത്തോണേ, ഞാനും നിങ്ങളും എല്ലാം എന്ത് വായിക്കണം? ദൈവത്തിന്റെ വചനം വായിക്കണം. പറഞ്ഞേ, ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കണം. കരങ്ങളിൽ ബൈബിൾ എടുത്തു വെച്ചെന്ന് പറഞ്ഞ് വചനം ഒന്ന് വായിക്കണം. വചനം വായിച്ച് വചനം കാണാൻ പഠിക്കണം. വചനം കാണാൻ പഠിക്കുമ്പോൾ വചനങ്ങൾ വരാൻ തുടങ്ങും. വചനങ്ങൾ വരുമ്പോൾ ഒരു കാര്യം സത്യമാണ്, അത്ഭുതം നടക്കാൻ തുടങ്ങും. ക്യാൻസർ വന്ന് 4th സ്റ്റേജിലായ ഒരു ആന്റി എന്നോട് സാക്ഷ്യം പറയാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആന്റി ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ വചനം പറഞ്ഞു നടന്നു, അടിപ്പിണരുകളാൽ നിനക്ക് വന്നിരിക്കുന്നു. അത് പറഞ്ഞ് വലിയ അത്ഭുതം നടന്നില്ല. കിടന്ന ആന്റി എഴുന്നേറ്റ് ആന്റി നടന്ന ആന്റി ഇന്ത്യ വന്നു. ഒറ്റ കാര്യം, വചനം പറഞ്ഞുകൊണ്ട് നടന്നു. വചനം പറയണമെങ്കിൽ അകത്ത് എന്തോ വേണം?
വചനം വേണം. പഠിക്കാൻ പാടാണോ? പറയണം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഈ പരീക്ഷ പാസ്സാകത്തില്ല, പാടാ. നിന്നെ ഞാൻ എന്ത് ചെയ്യും? ചാടിക്കടക്കും. നിന്നെ ഞാൻ പടക്കൂട്ടം നേരെ എന്ത് ചെയ്യും? പാഞ്ഞിയെല്ലും. ഹല്ലേലൂയ. പ്രതിസന്ധികളാണ് പറയണം. ഉന്നതനും അതിന്റെ മുകളിൽ അത്യുന്നതനും ഉണ്ട്. രാജാക്കന്മാരുടെ ഹൃദയത്തെ എങ്ങനെ തിരിക്കും? നീർത്തോട് പോലെ തിരിക്കും. എല്ലാത്തിനും ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് നടക്കാമോ? ഏത് പ്രശ്നമാണോ അതിനുള്ള വചനം പറയണം. അതിനുള്ള വചനം പറഞ്ഞാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. വചനത്തിനകത്ത് ഭയങ്കര അത്ഭുതമാണ്. വചനത്തിനകത്ത് കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വചനം പറയണം, 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 വചനം പറയണം. രോഗമാണെങ്കിൽ രോഗസൗഖ്യത്തിന്റെ വചനങ്ങൾ പറയണം. പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ അത്ഭുതങ്ങൾ നടക്കും, 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 നടക്കും. ദൈവവചനം പറയുക, ദൈവവചനം വിശ്വസിക്കുക. വിശ്വസിച്ച് ദൈവവചനം പറയുമ്പോൾ ഇന്നും ദൈവവചനം പാറി തകർക്കുന്ന ചുറ്റുകയാണ്. നിനക്ക് വിരോധമായി വഴിമുടക്കി നിൽക്കുന്ന സകല പാറകളെ ഇടിച്ച് നിരപ്പാക്കാനുള്ള സ്ഫോടക ശക്തിയുള്ള ഒന്നുണ്ട്. ദൈവത്തിന്റെ വചനമാണ്, 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 വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം, 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 വചനം. വചനം കാണാതെ പഠിച്ച് പറയണം, വചനം കാണാതെ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ പറയുന്നു, ആ വചനം മുഖാന്തരം സകലതും എന്തായി? ഉളവായി. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചന. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ എന്ത് ചെയ്യും? വിളിച്ചു വരുത്തും ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സൃഷ്ടി നടത്താൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്നുള്ളൊരു വാക്ക് ദൈവത്തിന്റെ വചന. ആ വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. ഈ രാത്രി എന്റെ ദൈവമക്കളെ വചനം വായിക്കുക, വചനം 2025 കർത്താവ് നമുക്ക് തന്നാൽ ഇന്ന് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനം വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹറിനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം എന്നോട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ദേവദാസൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇവിടെ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കിട്ട് പോകുമ്പോൾ ആ പുള്ളിക്ക് അവര് പിന്നെ ഗോഡ്സ് TV, അന്ന് ഗോഡ്സ് TV ഉണ്ട്, TV ഓണാക്കി കൊടുത്തു. TV ഓണാക്കി കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോണം പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് നോക്കിയിട്ട് ഓഫ് ആകുന്നില്ല. അപ്പം പുള്ളി അത് അവരോട് സങ്കടം പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ അത് ഓഫാക്കിയില്ല, അത് അവിടെ കിടന്നുകൊണ്ട്. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഓഫാക്കാറില്ല. അതിൻ്റെ കാര്യം ചുമ്മാ ഈ പെരയ്ക്കകത്ത് അങ്ങ് വചനം കേട്ടോണ്ട് കിടക്കെട്ടെന്ന്. ഈ മുറിയെല്ലാം എന്ത് കേൾക്കട്ടെ? വചനം കേൾക്കാം. ഞങ്ങൾ പോകുമ്പോൾ TV ഓണാക്കിയിട്ട് ഫസ്റ്റ് TV ഓണാക്കിയിട്ട് പോകും. അവിടെ കിടക്കുന്ന എല്ലാം അങ്ങ് എന്ത് കേൾക്കട്ടെ? അത് അക്ഷരാർത്ഥത്തിൽ അതിന് നമുക്ക് ഇതാന്ന് തോന്നിയാലും സത്യം വചനം കേട്ടുകൊണ്ട് കിടക്കണം. എന്ത് കേൾക്കുന്നു അത് ക്രിയ ചെയ്യും. അതുകൊണ്ട് കേൾക്കരുതാത്ത ഒന്നും എന്ത് ചെയ്യരുത്? കേൾക്കുകയും ചെയ്യരുത്. അതാണ് വേറെ പ്രശ്നം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അന്യന്റെ ശബ്ദം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല, 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 കേൾക്കത്തില്ല. അതുകൊണ്ട് ഈ ഇന്നത്തെ ഒരു മോഡേൺ ജനറേഷൻ്റെ പ്രശ്നം, അവർ കേൾക്കുന്ന പാട്ടുകളൊക്കെ എന്താണ്? അവരെല്ലാം ചെവിക്കകത്ത് പാട്ട് കേട്ടോണ്ട് നടക്കുന്നത്. അതിനകത്ത് ഈ ഇംഗ്ലീഷ് ആൽബം ഒക്കെ എന്താന്ന് പോലും അവർക്കറിയത്തില്ല. ഇതിൻ്റെ പാട്ടും ലിറിക്സും ഒന്നും എനിക്ക് മനസ്സിലാവും. ഇവർ അതെന്താണ്ട് അവൻ തലയാട്ടുന്ന ഇങ്ങനെ പോകുന്ന. എടാ മോനെ, അത് ശരിക്കും അതിനെ ആ വാക്കുകളെല്ലാം അർത്ഥം കേട്ടാൽ ലൈനൊക്കെ എടുത്ത് പഠിച്ച നിന്നെയും കൊല്ലും, ഞാനും ചാകും, ചാടറ പിടിയട, കൊല്ലട, ചാട, ചട, ചാലട, ഇതൊക്കെയല്ലേ വൈക്കല്ല്. ഭയങ്കര ഒരു നമ്മളതൊക്കെയാണ് കേട്ട് ഇങ്ങനെ നടക്കുന്നത്. എന്താ കില്ലിയു. ഇത് 10 വട്ടം കേൾക്കുമ്പോഴോ അതാണ് ഈ ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറ്, പണ്ടത്തെ പാട്ടിനകത്ത് ഒരു ഇതുണ്ട്, ആത്മീയത ഉണ്ടായിരുന്നു. പറയും ഏത് സെക്യുലർ പാട്ടാണെങ്കിൽ പോലും, കാന്നച്ചായയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ചെറുക്കൻ എന്താ പറഞ്ഞു? ഇടേ ചെറുക്കൻ പാടില്ല പാടി നമ്മൾ മറന്നൊന്നും എന്ന് പറഞ്ഞാൽ മോനെ നീ ഇറങ്ങി വരരുതെന്നാണ്. മോളെ നീ വരരുത്, കാരണം നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ. നമ്മളെ മറക്കരുത്, അമ്മയെ മറക്കരുത്, അച്ഛനെ മറക്കരുതെന്നൊക്കെയാണ് ഇടയ ചെറുക്കൻ പറയുക. കാന്നച്ചായ ഈ ആട് മേടിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അതിന്റെ ഒരു റീമിക്സ് വന്നു. റീമിക്സ് വന്നപ്പോൾ എന്താണ് അറിയാം? പോരു പുന്നാരേ, പൊന്നു പുന്നാരേ, കാട്ടിനുള്ളിൽ ആട് മേയ്ക്കാൻ. അപ്പൊ പെണ്ണ് ചോദിക്കുന്നുണ്ടോ ഞാനും വരട്ടെയോ? അതൊക്കെ പറയുന്ന ഉണ്ടോ? അപ്പം ചെറുക്കൻ പറയാണ് പോരു പുന്നാരെ എന്ത് ചെയ്യാ പോകാനാ പറയുന്നത്. ഇത് കേട്ടോണ്ടിരുന്ന തന്നെ 18 കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും. കാരണം വേണ്ടാത്തതൊന്നും എന്ത് ചെയ്യരുത്, കേൾക്കരുത്. പക്ഷെ ഇതിങ്ങനെ കേൾക്കണം. അതിനാണ് ഇപ്പൊ ഈ ഓഡിയോ ബൈബിളൊക്കെ ഉള്ളത്. പോകുന്ന വഴിക്കൊക്കെ എന്ത് കേൾക്കാം?
ദൈവത്തിന്റെ വചനം കേൾക്കുക, വചനം കേൾക്കുക. ചെറിയൊരു കാര്യമല്ല. വചനം കേൾക്കണം. കേൾക്കരുതാത്തത് എന്ത് ചെയ്യരുത്? കേൾക്കരുത്. ദൈവവചനം കൂടുതലായിട്ട് കേൾക്കണം. ഒരു പുതിയ വർഷം വരികയാണ്. 2025 വന്നാൽ യേശുവിന്റെ വചനത്തിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവിനോട് പറഞ്ഞു, യേശുവിന്റെ കൂടെ ഇരിക്കണം. അതായത് എനിക്ക് ദൈവം തന്ന ഭയങ്കര ഒരു ധ്യാന ചിന്ത വന്നു. അത് പുതുവർഷത്തിന് വേണ്ടിയുള്ള എൻ്റെ ദൈവം തന്ന ഒരു ചിന്തയാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ബഹ്റൈൻ കോൺടെസ്റ്റ് അത്ര അറിയില്ല, എന്നാൽ ഇന്ത്യൻ കോൺടെസ്റ്റ്, കേരള കോൺടെസ്റ്റ്, റാന്നിയുടെ കോൺടെസ്റ്റിൽ, എൻ്റെ മണ്ണിന്റെ കോൺടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ അപകടം അടുത്ത തലമുറ കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല. കാരണം കഞ്ചാവ് ഒഴുകുകയാണ്. കഞ്ചാവാണ് പിന്നെയും വേണ്ടില്ല. കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ സാധനം ഹെർബലാണ്, പിന്നെ അത്രയും അപകടകാരിയല്ല. എന്നാൽ ഇന്ന് വരുന്ന ഈ സിന്തറ്റിക് സാധനങ്ങളുണ്ട്, MDMA ഒക്കെ പോലെ, അതൊക്കെ ഒറ്റ ഇൻടേക്കിന് തന്നെ എന്ത് ഡാമേജ് ആവും. ഇവൻ 1 ഇൻടേക്കിനും ബ്രെയിൻ ഡാമേജ് ആവും. ഞാനൊരു 2-3 കിലോമീറ്റർ ചുറ്റവരുള്ള പിള്ളേരെ, കഞ്ചാവ് എടുക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന പിള്ളേരെ കുറിച്ച് പഠിക്കാൻ ഒരു ശ്രമം നടത്തി. അവസാനം എൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാം വിളിച്ച് ഞങ്ങളൊരു 3 കിലോമീറ്റർ താഴെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയൊരു കൺക്ലൂഷൻ ഉണ്ട്, എളുപ്പം ഉപയോഗിക്കാത്ത ആരുണ്ടെന്ന് കണ്ടുപിടിക്കാം. റിയാലിറ്റി, സത്യമായിട്ടും റിയാലിറ്റി. കോവിഡിന്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു, പോലീസുകാരൊക്കെ വന്ന് കോവിഡിന്റെ ആ സമയത്ത് മുഴുവൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സന്ധ്യയ്ക്ക് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി താമസം വന്ന് ഫുഡ് എടുക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ താഴെ വരെ പോവാം. ഞാൻ അതന്നെ, അവിടെ കഞ്ചാവ് ഇൻഫർമേഷൻ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, പിള്ളേരൊക്കെ അവിടെ പോയി സൈക്കിളിൽ വിട്ട് നോക്കി. അല്ലയോ വിടല്ലേ, അവിടെ കഞ്ചാവ്, വേറെ സ്ഥലത്ത് അവിടെ കഞ്ചാവ്. ഞാൻ വേറെ സ്ഥലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ കഞ്ചാവിൻ്റെ ആൾക്കാരുണ്ട്. ഇത് ഭയങ്കരമായിട്ട് വ്യാപരിക്കുക. ഇത് എന്തുകൊണ്ടാണ് വ്യാപരിക്കുന്നത്? ഒറ്റ കാര്യം കൊണ്ടാണ്. രാവിലെ ഇത് എടുത്ത് പരിചയിച്ചു തുടങ്ങിയാൽ രാവിലെ ആകുമ്പോൾ അത് കിട്ടിയില്ല, ഇവനെന്തോ ഉണ്ടാവും, വിഡ്രോവൽ ഉണ്ടാവും. വിഡ്രോവൽ വെരി മച്ച്, അതാണ് വിഡ്രോവൽ ഉണ്ടാകുമ്പോൾ എന്തെടുക്കും? അടുത്ത എടുക്കും. അങ്ങനെ കാശില്ലെങ്കിൽ ഇവന് എങ്ങനെയെങ്കിലും ഒന്നുണ്ടാക്കും, കാശുണ്ടാകും. അതാണ് ഇവിടെ ലാഭം. എങ്ങനെയെങ്കിലും അമ്മയെ കൊന്നാണെങ്കിലും അമ്മയുടെ മാല തല്ലിപ്പറിച്ചുകൊണ്ട് പോയാണെങ്കിലും എന്തുണ്ടാക്കും? കാശുണ്ടാക്കി മേടിക്കും, അവസാനം ഇല്ലാതാകും. ഇത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം നമ്മുടെ ലഹരിയാണ്. രാവിലെ പ്രാർത്ഥിച്ചില്ലേ നമുക്ക് വിഡ്രോവൽ ഉണ്ടാകണം. രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകണം. രാവിലെ ഒരു ദിവസം വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ഒരു കുഞ്ഞും ലഹരിയുടെ പുറകെ പോകത്തില്ല. ദൈവം നമ്മുടെ ലഹരിയാകണം. വചനം നമ്മുടെ ലഹരിയാകണം. വചനം വായിച്ചില്ലെങ്കിൽ ഒരു വിഡ്രോവൽ സിംപ്റ്റം ഉണ്ടാകണം. കർത്താവിനോടൊപ്പം ഇരിക്കാൻ. ഞാൻ പറഞ്ഞ അത് നിയമത്തിന്റെ വ്യവസ്ഥയോ ഒന്നുമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ കൂടെ നടക്കാൻ. ഒരു ദിവസം ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ആത്മീയ ലഹരി ഉണ്ടായാൽ ഈ തലമുറ ലഹരിക്ക് പുറകെ പോകത്തില്ല. എല്ലാവർക്കും ദൈവം ഒരു ലഹരിയാകണം. ദൈവത്തെ കിട്ടിയില്ലെങ്കിൽ ഒരു വിഡ്രോവൽ ഉണ്ടാകണം. വചനം വായിച്ചില്ലെങ്കിൽ വിടണം. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് പറയട്ടെ, ഇന്ന് ഒത്തിരി പേരുടെ കയ്യിലും ബൈബിൾ ഇല്ല. കാരണം പല മൊബൈലൊക്കെയാണ് ബൈബിൾ ഉപയോഗിക്കുക. എന്നാലും ഒരു ദൈവദാസൻ എന്നല്ലേ പറയാം, ഞായറാഴ്ചകളിൽ എത്രയോ ആളുകളുണ്ടെന്നറിയാമോ ബൈബിൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പോകുന്നത്. ഒരു ഞായറാഴ്ച അവിടെ വെച്ചിട്ട് പോകുന്ന എന്നെടുക്കും, അടുത്ത ഞായറാഴ്ച എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും ഉണ്ട്. അത് മറന്നുപോയി ഇവർ അറിയത്ത് പോലുമില്ല. എന്താ കാര്യം? വചനം വായിക്കണം. കർത്താവ് അങ്ങ് വായിക്കണം. എനിക്ക് 2025 തന്നാൽ കർത്താവിൻ്റെ ഒപ്പം ഇങ്ങനെ ബൈബിൾ വായിക്കണം. ഒത്തിരി നേരം വേദപുസ്തകമായിട്ടിരിക്കണം. കർത്താവിനെ കിട്ടിയില്ലെങ്കിൽ, കർത്താവിനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥപ്പെടുന്ന എനിക്കൊരു അനുഭവത്തിലേക്ക് യേശുവുമായിട്ട് നടക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ബെസ്റ്റ് ടൈമും ദൈവത്തോടൊപ്പം, അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് നമുക്കൊരു പുതുവർഷം തന്നാൽ നമുക്കറിയില്ല. ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്ന എത്രയോ പേർ ലോകം കാണാതെ പോയി. നമുക്ക് ഈ ദിവസം തന്നാൽ പുതുവർഷത്തിൽ യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കണം. യേശുവിന്റെ വചനം ഇങ്ങനെ വായിക്കണം. വചനം വായിക്കണം. അവർക്ക് ഈ ലോൺലിനെസ് ഉണ്ടാകത്തില്ല. അടുത്ത പ്രശ്നം എന്താ? ലോൺലിനെസ്സിലാണ് ഈ ലഹരി വർദ്ധിക്കുക. ലോൺലിനെസ് ഉണ്ടാകുന്നത്. പിള്ളേർക്കൊക്കെ ലോൺലിനെസ് ആണ്. നോബഡി ഈസ് ദേർ ടു ടോക്ക്. അപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുതരുന്നത്. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. ഏകാന്തതകളുടെ പരിഹാരം ലഹരിയെത്തുകയാണ്. ഞാൻ പറയും, ദൈവവചനം ഭ്രാന്ത് പിടിച്ചവൻ എന്ത് ഏകാന്തത. ഇച്ചിരി ഏകാന്തത കിട്ടിയാൽ അവൻ ഉടനെ പോയി വേദപുസ്തകം വായിക്കും. ഇച്ചിരി ഞാൻ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ താമസിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു കേരളത്തില്. അദ്ദേഹം ഉടനെ പാവിരിച്ച് നിലത്തിടും, സഞ്ചി പുസ്തകം എടുക്കും, വായന അങ്ങോട്ട് തുടങ്ങും, എഴുത്തങ്ങോട്ട് തുടങ്ങും. ഏകാന്തതകൾ. അവർക്ക് എന്ത് ഏകാന്തത? ദൈവത്തോടൊപ്പം വസിക്കുന്നവൻ എന്ത് ലോൺലെസ്. അവൻ ലോൺലെസ് പറയും, ഇത് സോളിറ്റ്യൂഡാണ്, ലോൺലെസ് അല്ല, സോളിറ്റ്യൂഡ്. യേശുവിനോടൊപ്പം ഇരിക്കാനുള്ള ഒരു സമയം ധ്യാനത്തിന്റെ സമയമായിട്ട് മാറും. എൻ്റെ ഏകാന്തരം എല്ലാം ദൈവത്തോടൊപ്പം ഇരിക്കാൻ
ആഗ്രഹിക്കണം. ദൈവം എനിക്കൊരു ലഹരിയാകണം. ദൈവത്തിന്റെ വചനത്തോടൊപ്പം ഇരിക്കുന്ന ഒരു 2025 എനിക്ക് വേണം. ഹല്ലേലൂയ. ഒരു വർഷം പിന്നിടാറായി. ഇനി ദിവസങ്ങൾ പരിമിതമായ ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോ കർത്താവേ ഈ വർഷം തുടക്കട്ടെ. ഈ വർഷത്തിന്റെ അവസാനം ആരും വായിക്കുന്നില്ല നല്ല പറയുക, എന്നാൽ ആരെയും കുറ്റപ്പെടുത്തുക അല്ല. ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അധികം വചനം വായിക്കണം, അധികം വചനം വായിക്കണം, അധികം ദൈവത്തോടൊപ്പം ഇരിക്കണം, അധികം വചന ചിന്തകൾ കാണാതെ പഠിക്കണം. അത് വചനം കാണാതെ പഠിച്ചോ ബുദ്ധി വികസിക്കാൻ തുടങ്ങും, ബുദ്ധി വികസിക്കാൻ തുടങ്ങും. വചനം കാണാതെ പഠിച്ചോ നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കാൻ തുടങ്ങും, നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കാൻ തുടങ്ങും. മെമ്മറി കൂടും, മെമ്മറി കൂടും. പുതിയ ജീവിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ വചനം കാണാതെ പഠിച്ചാൽ എത്ര പ്രായത്തിലും മെമ്മറി കൂടും. യേശുവേ എനിക്ക് അധികം വചനം പഠിക്കുക, അധികം വചനം വായിക്കുവാൻ 2025 യേശുവിന്റെ കൂടെ 2025 വചനത്തിന്റെ കൂടെ അതിരിക്കണം. ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പുതിയ ദർശനം, പുതിയ ദർശനം. ഹല്ലേലൂയ. എത്ര വചനം കേൾക്കാൻ അവസരം ഉണ്ടായിട്ട് മടി പിടിക്കുന്നവരെല്ലാം പിടിക്കാൻ ഒരു ദിവസം നമ്മൾ ഒരു പക്ഷേ ക്യൂൻ ശേബയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്ന്, തോമസ് അപ്പോസ്തലന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്ന്, നിനവേക്കാളുടെ മുമ്പിലെങ്ങാനും പോകേണ്ടി വന്ന്, എന്റെ ദൈവമേ അധികം വചനം വായിക്കുവാൻ എന്നെ സഹായിക്കണം. ആഗ്രഹിക്കുന്നവരെല്ലാം അല്പസമയം പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി തന്നെ തുടങ്ങുക. 1, 2, 3 അധ്യായങ്ങൾ വായിക്കുക, 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 കുടിക്കുക. കുഞ്ഞുങ്ങളെ തുടങ്ങുക, പ്രിയമുള്ളവരെ തുടങ്ങുക. വചനം നിങ്ങളുടെ ലഹരിയായി മാറട്ടെ. വചനം വായിച്ചെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകണം. കർത്താവെ ഇന്ന് വായിക്കാൻ ഒത്തില്ലല്ലോ, നാളെ ഞാൻ കൂടുതൽ വായിക്കും. ഹല്ലേലൂയ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ. കരങ്ങളെല്ലാം ഉയർത്തി പാടിക്കേ. ഒക്കെങ്കിൽ ആ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പുസ്തകം കൂടെ കൈ പിടിച്ച് പാടിക്കേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും ഹല്ലേലൂയ യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ ശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ. കൂടുതൽ വായിക്കണം, കൂടുതൽ വായിക്കണം, കൂടുതൽ വായിക്കണം, കൂടുതൽ ധ്യാനിക്കണം, കൂടുതൽ വചനം കാണാതെ പഠിക്കണം. വചനത്തിലൂടെ പോയാൽ ദൈവം നിങ്ങളെ സ്വർഗീയ തേരിലെത്തിക്കുക, സ്വർഗത്തിന്റെ ദർശനങ്ങളെ തരും. വചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുക. ഏറ്റവും വലിയ മാധ്യമം ദൈവ വചനമാണ്. അതിനെക്കാട്ടിലും വലിയൊരു പ്രവചനം ഇല്ല, അതിനെക്കാട്ടിലുള്ള ഒരു ഉത്തരമില്ല. കർത്താവിന്റെ വചനത്തോടൊപ്പം ഇരിക്കുക, സ്തുതിക്കുക. സ്തുതിച്ചാരാധിച്ച് ദൈവവചനം തന്നില്ലേ? ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ ഇത് കിട്ടാൻ, ഇതിന് ലിപിയാക്കാൻ, നമ്മുടെ ഭാഷയിൽ ഇത് കിട്ടാൻ ഇന്ന് നമുക്ക് പല വേർഷനെ കിട്ടും. എത്രയോ പേരുടെ അധ്വാനമുണ്ട്. ഇന്നും എത്ര പേര് അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ടെന്ന് അറിയാമോ? എത്ര 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 പേര്, എത്ര 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 പേര്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. 3 ദൈവത്തിന് വെള്ളം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന് പാഴും ശൂന്യമായി പോയി. അതിനൊരു ഹിസ്റ്റോറിക്കൽ അതുണ്ട്. ആദ്യത്തെ ഭൂമി ദൈവം ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചു, എന്നാൽ അത് പിന്നത്തേതിൽ പാഴും ശൂന്യമായി പോയി. അതിനെ ദൈവം റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം. അതുകൊണ്ടാണ് അതിനിടയ്ക്ക് സമയങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചിന്തകളല്ല എൻ്റെ ചിന്ത. എന്നാലും പാഴും ശൂന്യമായി പോയ ഒരു ഭൂമി അത് വെള്ളത്താൽ എന്ത് ചെയ്തു? മൂടപ്പെട്ട് ദൈവം സൂക്ഷിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആ ആഴത്തിന്റെ മീതെ എന്തുണ്ടായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. ആഴത്തിന്റെ മീതെ ഇരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ എന്ത് ചെയ്തു? പരിവർത്തിച്ചു. 3ാമത് ഈ പ്രപഞ്ചത്തിന്റെ രൂപം ഉണ്ടായത് എന്ത് പരിവർത്തിച്ചപ്പോഴാ?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 1 ദൈവം, 2 ദൈവത്തിന്റെ വചനം, 3 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോ ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി. അതിന് രൂപമില്ലായിരുന്നു, താളമില്ലായിരുന്നു. എന്നാൽ അതിന് രൂപവും താളവും ഉണ്ടായത്, അതിനൊരു ഒരു ഭാവം ഉണ്ടായത്, അത് പ്രൊഡക്റ്റീവായത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവാത്മാവിനോടൊപ്പം നടക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ട് നടക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ 4 പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കണം. 1 കൊരിന്ത്യർ 14 പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കണം. അന്യഭാഷകളിൽ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. അവർ ആത്മാവിൽ മർമ്മങ്ങളിൽ സംസാരിക്കുന്നു. ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. യോഹന്നാൻ മത്തായി സുവിശേഷം 3 പറയുന്നു, യേശുക്രിസ്തു വന്നത് വെള്ളത്താലും ആത്മാവിനാലും നമ്മളെ സ്നാനം കഴിപ്പിക്കുവാൻ. മർക്കോസ് 1:8 പറയുന്നു, അവിടുന്ന് വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം തരുവാൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തലപ്രവൃത്തി 19 എഫെസോസിൽ ചെന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് സ്നാനമാണ് കഴിച്ചത്? അതിന് കാരണമുണ്ട്. മത്തായി 28 യേശു പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ എന്ത് ചെയ്യണം? സ്നാനം കഴിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്നാനം, അപ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങൾ കഴിച്ചത് ഏത് സ്നാനമാണ്? യോഹന്നാന്റെ സ്നാനമാണ്. അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ, അപ്പോസ്തലനായ പൗലോസ് അവിടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, രൂപമുണ്ടാകും, ഇരുള് മാറും. എല്ലാ ആഴത്തിലും ഇതേ ഇരുട്ടുണ്ടായിരുന്നു. ചില ഇരുട്ടുകൾക്ക് ഒത്തിരി ആഴമുണ്ട്. ചില ഇരുട്ടുകൾക്ക് തലമുറകളുടെ ആഴം കാണും. ചില രോഗങ്ങൾക്ക് തലമുറയുടെ ആഴം കാണും. ചില ഇരുട്ടുകൾക്ക് തലമുറകളുടെ ആഴം കാണും. ചില സ്ഥലങ്ങൾ, ഈ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ സത്യമാണ്. ആക്സിഡന്റ് പ്രോൺ ഏരിയ, എനിക്കറിയാവുന്ന എത്രയോ സ്ഥലങ്ങൾ ഇന്ന് ആക്സിഡന്റ് നടക്കത്തില്ലെന്ന് അറിയാമോ? കാരണം ദിവസം അവിടെ പോയി അന്യഭാഷകൾ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ഇരുട്ട് മാറി. ഏത് സ്ഥലത്തിന്റെ ഇരുട്ട് മാറാൻ ഒരു വഴിയുണ്ട്, പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥിക്കണം. ഇരുട്ട് മാറും. എല്ലാവരും ദൈവം, വചനം, പരിശുദ്ധാത്മാവ്, ദൈവം, വചനം, പരിശുദ്ധാത്മാവ്, റിഖ, നഗതന, ഹംബന, ശബന, ഹദന, റിഗന, എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ദൈവം, വചനം, പരിശുദ്ധാത്മാവ്. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ദൈവത്തോടൊപ്പം കൂടുതൽ സംസാരിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹനായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, ഇന്നും നിങ്ങൾ ആരോടാണ് കൂടുതൽ സംസാരിച്ചത്? ദൈവത്തോടോ മനുഷ്യനോടോ? ദൈവത്തോട് കൂടുതൽ സംസാരിക്കണം. ദൈവത്തോട് കൂടുതൽ സംസാരിക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. കാരണം യോഹന്നാൻ 4 പറയുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആരാകുന്നു? ആത്മാവ്. ഈ ആത്മാവാൻ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ എന്ത് പറയണം? ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങളിൽ പകർന്നിരിക്കുന്ന എന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. അങ്ങനെ ആണെങ്കിൽ ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ഇങ്ങനെ സംസാരിക്കണം. ആത്മാവിങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷ. എന്ത് സന്തോഷാന്നറിയാവോ? ഞാൻ ന്യൂന്ത്യ ദൈവസഭയിൽ ഒരു ശുശ്രൂഷകനാണ്. അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നല്ലൊരു സാക്ഷ്യം കേട്ടു. റാന്നിയിലാണ് അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. ഒരു നല്ല പശ്ചാത്തലത്തിൽ വന്ന്, വലിയൊരു പശ്ചാത്തലമൊക്കെ വന്നിട്ട് അവസാനം മദ്യപാനം, അത് അവന് കർത്താവിനെ സാഹിത്യ ശുശ്രൂഷ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു സാക്ഷ്യം അടുത്തിടയ്ക്ക് കേട്ടു. എനിക്കത് ഭയങ്കര രസം തോന്നി. അദ്ദേഹത്തിന്റെ വീട് നീലമ്പേരിലാണ്, കോട്ടയം ചിങ്ങവനം ഭാഗത്താണ്. അപ്പൊ ഒരു ദിവസം പാഷ വിയത്തമ്പി ഒത്തിരി വർഷം മുമ്പ് MC റോഡിൽ കൂടെ ഇങ്ങനെ കാറേ വരുമ്പോൾ, ഞായറാഴ്ച സന്ധിക്ക് ഇങ്ങനെ പോകുമ്പോൾ ചങ്ങനാശ്ശേരി, നിങ്ങൾക്ക് സ്ഥലമൊക്കെ അറിയാമല്ലോ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റ് പിടിച്ച് MC റോഡിന്റെ ഇടത് സൈഡിൽ കൂടെ കോട്ടയത്തിന് ഒരാൾ നടന്നു പോകുന്നു. രാത്രിയില്ല, സന്ധി മനുഷ്യനെ ഇങ്ങനെ അറിയാത്തൊരു ഇരുട്ട്. അപ്പൊ രാത്രി ഇങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ ഉപദേശിയാണെന്നൊരു ചിന്ത. അപ്പം തമ്പിയപ്പച്ചൻ തിരിച്ചു പോയി. എന്നിട്ട് റിവേഴ്സ് എടുത്ത് പോയപ്പോൾ രാത്രി ഈ പുള്ളി ഇങ്ങനെ കോട്ടയൊക്കെ ഇറക്കി ഇങ്ങനെ രാത്രി MC റോഡിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പൊ അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കിട്ടിയ വണ്ടിക്കൂലി ചങ്ങനാശ്ശേരി വരെ ഉള്ളത്. സഹായം കഴിച്ചപ്പോൾ കിട്ടിയ വണ്ടിക്കൂലിക്ക് എവിടം വരെ വരാനുള്ള പൈസയുള്ളൂ. അവിടുന്ന് കോട്ടയത്തിന് എന്ത് പോവാ?
നടന്നു പോവാ. നമ്മളാണ് എന്തോ പാടിയും ദുഃഖത്തിന്റെ പക്ഷെ പുള്ളിക്കാരൻ കുടയൊക്കെ കറക്കി ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകുന്നവർക്കുണ്ടല്ലോ, അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അവരെല്ലാ പ്രയാസങ്ങളിലും ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് കിടക്കുക. ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കണ്ടേ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്ത് പ്രാപിച്ചുവോ, അപ്പോസ്തലപ്രവൃത്തി 19, വിശ്വസിച്ചിട്ട് എന്ത് പ്രാപിച്ചുവോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തോട് സംസാരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇരുളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വെയിൽ വരുമ്പോൾ ഇരുട്ട് മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ തീയെങ്കിൽ മെഴുകുരുകും, കാറ്റിങ്കിൽ പുക പതറും, ആത്മാവ് വ്യാപരിച്ച ഇരുട്ട് മാറും, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. അതിന് പിടിച്ചടക്കുകയില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് രാത്രി അല്പനേരം സ്തുതിച്ച്. ബിസിനസ് മേഖലകളിലെ ഇരുട്ട് മാറും, കുടുംബത്തിന്റെ ഇരുട്ട് മാറും, തലമുറകളുടെ ഇരുട്ട് മാറും. വിട്ടുകൊടുക്കരുത്. 2025 പുതുവർഷം നമുക്ക് തന്നാൽ കൂടുതൽ സമയം ദൈവത്തോടൊപ്പം തീരുമാനമെടുക്കണം. ഡേറ്റ് ഇട്ട് എഴുതി വെക്കണം. കൂടുതൽ സമയം ദൈവത്തോടൊപ്പം, കൂടുതൽ സമയം വചനത്തിന്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അതിനെ തുറന്ന് സ്തുതിച്ച് അല്പസമയം പ്രാർത്ഥിച്ച് അധികം പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാൻ. അധികം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിഗന റബന ഹദന റിഗന ശഗന ദിന. ഹല്ലേലൂയ. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ് ദൈവത്തോട്. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡ്രൈവ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ജോലി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. മോർണിംഗ് വാക്കിന് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഹല്ലേലൂയ. പഠിക്കുന്നതിന് മുമ്പ്, പുസ്തകം എടുക്കുന്നതിന് മുമ്പ്, വലിയ പാടുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് പുസ്തകം എല്ലാം എടുത്തു വെച്ചിട്ട് അല്പനേരം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് എന്നിട്ട് പുസ്തകം തുറന്ന് ഉറപ്പ്. ഇരുട്ട് മാറും. മണ്ഡലത്തിലെ ഇരുട്ടുകൾ മാറും. അധികം ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച്. ദൈവത്തിന്റെ ആത്മാവേ ചൈതന്യമായി ശാന്തമായി 25 യേശുവിനോടൊപ്പം. കാരണം ഇന്നലെ കൂടി കാത്തിരുന്ന ഒത്തിരി പേർ ഈ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ ഇങ്ങനെ പാടി സ്തുതിപ്പാൻ. എന്റെ ജീവിതത്തിന്റെ ആദ്യ ദൈവത്തോടൊപ്പം, എന്റെ ജീവിതത്തിന്റെ സമയങ്ങൾ ഒത്തിരി യേശുവിന്റെ വചനത്തോടൊപ്പം. കാരണം ആകാശവും ഭൂമിയും മാറിപ്പോകും. ദൈവത്തിന്റെ വചനം മാറത്തില്ല. ആകാശം മാറും, ഭൂമി മാറും. ഭൂമി മത്തനെ പോലെ തുള്ളി ചാഞ്ചാടും, ഒരു പദാർത്ഥങ്ങൾ കത്തി ഒഴിയുക. എന്നാൽ മാറിപ്പോകാത്ത ഒന്നുണ്ട്, ദൈവത്തിന്റെ വചനം. വായിക്കുക. അതിനോടൊരു ആർത്തി ഉണ്ടാകട്ടെ. ഉപരിപ്ലവമായ ക്രിസ്തീയ ജീവിതമല്ല, വചനത്തോട് ആർത്തിയുള്ള ഒരു ദൈവ സമൂഹം 2025 എഴുന്നേക്കട്ടെ. അന്തർക്കാരം ശകനതാരം വടകന രാജം ദിഗനം താരം ദഗനം ധേരം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. 2025 ദൈവത്തോടൊപ്പം കുറേ നേരം ഇരിക്കുവാൻ. 2025 ഇന്ന് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനം വായിച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഏകാന്തതകളിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ. ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പിന്നെ ഇരുട്ട് മാറിപ്പോൾ, ഇരുട്ട് വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ആർക്കും സഹിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഭൂമി എന്നും ഇരുട്ട് വർദ്ധിക്കുന്നു, പാപം വർദ്ധിക്കുന്നു. ഇതിന്റെ നടുവിൽ വെളിച്ചം വരാൻ എന്താ വഴി? ഒറ്റ വഴി. നിന്റെ തലമുറയിൽ നിന്ന് ഇരുട്ട് മാറാൻ അധികം ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ഇരുട്ട് മാറിപ്പോകാൻ അധികം ആത്മാവിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ദേശത്തു ഇരുട് മാറാൻ അധികം ആത്മാവിൽ പ്രാർത്ഥിക്കുക. അക്കനെ റിഗനെ റിബനെ ഹദനെ റിബനെ ശഗനെ. ഈ സുവിശേഷ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ തീരുമാനമെടുക്കുക. പുതുവർഷം യേശുവിനോടൊപ്പം, പുതുവർഷം വചനത്തോടൊപ്പം, പുതുവർഷം പരിശുദ്ധാത്മാവിനോടൊപ്പം. അത് 25-ലല്ല തുടങ്ങേണ്ടത്, 24-ന്റെ അവസാനത്തിൽ തുടങ്ങുക. 24 ദിവസങ്ങളിൽ അധികം പരിശുദ്ധാത്മാവിൽ സംസാരിച്ച് യേശുവേ
ആരാധന 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 ആരാധന. ഓരോ സഭകളിലേക്കും ദൈവത്തെ ഇറങ്ങട്ടെ. ഓരോ ശുശ്രൂഷകരും വചനത്തിൽ വർദ്ധിക്കട്ടെ. ഓരോ ശുശ്രൂഷകരും വേറെ വർദ്ധിക്കട്ടെ. അധികം സമയം ആത്മാവിൽ 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 അധികം സമയം ആത്മാവിൽ. കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തലപ്രവൃത്തി 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, എനിക്ക് എന്റെ ഇരുട്ട് മാറണം, നിന്റെ ഇരുട്ട് മാറുക, ഭാവിയുടെ ഇരുട്ട് മാറുക, ഈ ഇരുട്ട് മാറുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ ഏത് ഇരുട്ട് ചെന്നാലോ അവിടുത്തെ ഇരുട്ട് ഇവനെ ബാധിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കരുത്, ആ ദേശത്തിന്റെ ഇരുട്ട് നിങ്ങളെ തൊടത്തില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് ഇരുട്ട് ദൈവം മാറ്റുമോ? സ്തുതിച്ചാരാധിക്കുക, സ്തുതിച്ചാരാധിച്ച് അതിരങ്ങൾ തുറന്ന് സ്തുതിച്ച്. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കാവുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൽ സംസാരിച്ച് പരിശുദ്ധാത്മാവിനെ സംസാരിക്കുവാൻ ഇതുവരെയും വരങ്ങൾ കിട്ടാത്തവർ, കൃപ കിട്ടാത്തവർ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ദൈവം നിങ്ങളുടെ നാവിൽ പുതിയൊരു ഭാഷ ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ സംസാരിക്കാനുള്ള ഭാഷ. നാളെ നിങ്ങൾ യോഗത്തിന് വരുമ്പോൾ ഏറെ നേരം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു വരണം. നിങ്ങൾ വാഹനങ്ങളിൽ വരുമ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് വരണം. ഇന്നത്തെ കൂടുതൽ നാളെ കുറച്ചുകൂടെ ദൈവത്തോടൊപ്പം ഇരുന്നിട്ട് ആത്മാവിൽ സംസാരിച്ചു വരിക. ഇരുട്ടുകൾ മാറും. വചനത്തിന്റെ വ്യാപനത്തിന് തടസ്സമായിട്ടുള്ള ഇരുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ മാറിക്കോളും.